നമസ്തേ, സ്വാഗതം ഫാബുലസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബുലൻസ്. അപ്പോൾ റെഡി മെറ്റീരിയൽസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പുതിയ ആൾക്കാരാണെങ്കിൽ അത് നോക്കണേ. ഇത് നമ്മുടെ കുറച്ച് സ്റ്റിച്ച്ഡ് മോഡൽസ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ആസ് പെർ ഓർഡർ ചെയ്തത്, റെഡി ആയത് ജസ്റ്റ് മോഡൽ പർപ്പസിന്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയലൊക്കെ നമ്മളത് തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ രൂപമാറ്റമൊക്കെ അറിയാനൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് കാണാം, ഒട്ടും സമയം കളയാതെ. നമ്മളിതൊരു ബൊട്ടിക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. പ്രതിഭ അവർ ഓർഡർ എടുക്കുന്ന അവർ ഡീൽ ചെയ്യുന്നതാണ്. എനിക്ക് ഡീറ്റെയിൽസ് ഒരുപാടൊന്നും അറിയില്ല. ബാക്കി ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ എത്ര മെറ്റീരിയൽ എടുത്തു, എത്ര സ്റ്റിച്ചിങ് ചാർജ്, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് ചോദിച്ചാൽ മതി കേട്ടോ. ഇതുണ്ട് നല്ലൊരു നമ്മൾ ആ ബോൾസ് അക്കോബ വരുന്നില്ലേ, 130 റുപ്പീസിൻ്റെ ആ ഒരു അക്കോബയിൽ നമ്മുടെ മൾട്ടി ലൈൻ കാന്ത ബ്ലാക്കിൽ അതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു നെക്ക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഒരു കോളർ നെക്ക്, സ്ലീവിലറ്റത്തും അത് വെച്ചിട്ടുണ്ട്, ബോട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം പർപ്പസിൽ നമ്മൾ ആ ഒരു ഹക്കോബ കണ്ടോ, നമ്മൾ ഏത് പ്രീമിയം ഹക്കോബ ഏതാണെങ്കിലും ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ ഒരു ടൈപ്പ് കോളർ നെക്ക്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഫസ്റ്റ് കുർത്തി ഇങ്ങനെയായിരുന്നു, അത് അങ്ങനെ. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇതിൽ ഒരുപാട് എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ റെഡി ആയത് ഇതാ ഇങ്ങനെ വരുന്നു. നമ്മൾ ആ ഒരു ഫോക്സ് ജോർജറ്റിൽ കണ്ടില്ലായിരുന്നു, ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു. ഇതിൽ ഈ സൈഡിൽ നമുക്കൊരു ചെറിയ സ്ലീവ് വെക്കേണ്ടവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെറിയ സ്ലീവ് വെക്കാം. ഇവിടെ സ്ലീവ്ലെസ് പാറ്റേണിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വിങ്സ് പോലെ തോന്നുന്നത് അങ്ങനെ വരുന്നു. ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പിൽ ഇങ്ങനെ വരുന്നു. ഇത് അതിൻ്റെ തന്നെ ഗ്രീനിലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക, എങ്ങനെയാണ് മെഷർമെൻറ്റ് കൊടുക്കുക. നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന വീഡിയോ, ഹൗ ടു ടേക്ക് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫാബുലൻസിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രതിഭ അതിൻ്റെ ലിങ്ക് വിട്ട് തരും. അതനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കണത് ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഡയറക്റ്റ് കുർത്തിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ബോഡിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് എടുക്കാം. ഇനി അതിൽ കൺഫ്യൂഷൻ വരുന്ന ചിലർ ഇപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെയാണ് ചിലപ്പോൾ 1-2 പ്രാവശ്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ. അപ്പോൾ ഇത് സാവകാശം ആവശ്യമാണ്. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് കിട്ടാൻ ഇത്തിരി നിങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റ് കറക്റ്റ് ഫിറ്റിംഗ് ഉള്ളൊരു കുർത്തി ഇങ്ങോട്ട് അയച്ചു തരണേ. ഇത് കണ്ടോ, നമ്മൾ ആ ഒരു കുറച്ച് മുമ്പ് വന്നിരുന്ന ഒരു ഹാർട്ട്സ് മെറ്റീരിയൽ, ഒരു ആലിയ കട്ടെന്നും പറയാൻ പറ്റില്ല, ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു പാറ്റേണിൽ കസ്റ്റമർ ഓൺ ഡിമാൻഡ് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കുർത്തി ഇങ്ങനെ വരുന്ന പ്ലീറ്റഡ് മോഡലിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയൽ നമ്മളിങ്ങനെ ഒരു മോഡൽ കാണുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ അതിൽ നമുക്ക് ഈ ഒരു മോഡലൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ വരുന്നു. നമ്മൾ ഇക്കത്തിൽ നമ്മുടെ ഒരുപാട് മോഡൽസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കണ്ടോ, ഈ ഒരു പാറ്റേൺ നെക്കിൽ ഇത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെയും ഇങ്ങനെയും. ഇപ്പോൾ 2 പേർക്ക് ഇങ്ങനെ ചെയ്താൽ ഇതിൽ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ബോട്ടം ചെയ്യാം. ഇതിങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു നെക്ക് പാറ്റേണിലാണ് വരുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഇക്കത്തിൽ. ഇത് ഇക്കത്തിൽ അല്ലെങ്കിൽ കാംബ്രിക് കോട്ടണിലാണെങ്കിലും നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് വരുന്നതിലൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു മോഡലാണത്. ഇങ്ങനെ വരുന്നു. നമ്മൾ ഇക്കത്തിൻ്റെ മെറ്റീരിയൽസ് ഇനി എത്തുമ്പോൾ ഞാനിനി ഈ ഒരു മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് വെറൈറ്റി മോഡൽസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നതാണിത്. ഇങ്ങനെ വരുന്നു. നമ്മൾ കാംബ്രിക് കോട്ടണിൽ ഇങ്ങനെ വരുന്നു, കോഡ് സെറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോർമൽ കോളർ നെക്കിൽ ഇങ്ങനെ വരുന്നു. ഇനി അടുത്തത് നമ്മുടെ ഹക്കോബയിൽ വരുന്നതാണ്. കോട്ടൺ ഇന്നർ മോഡൽ. ഇങ്ങനെ ഇതിൻ്റെ കോട്ട് വരുന്നു, ഇന്നർ ഇങ്ങനെ. നമ്മൾ ഏത് മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചില്ലേ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ അല്ല കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു വൈറ്റ് ഹക്കോബയുടെ കൂടെയൊക്കെ കാണിച്ചില്ലേ, ഏത് മെറ്റീരിയലിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഇന്നർ സ്ലീവ്ലെസ് ആയിട്ട് ഇങ്ങനെ വരുന്നു. പ്രിൻറ്റഡ് ഹക്കോബയിൽ കോട്ട് ഇങ്ങനെ വരുന്നു, ഓറഞ്ച് കളറിൽ. ഈ മെറ്റീരിയലൊക്കെ അവൈലബിൾ ആയിരിക്കും, കുറച്ചൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വരുന്നു കോട്ട്. കോളർ നെക്കിലാണ് കോട്ട് വരുന്നത്. കറക്റ്റ് എനിക്കിങ്ങനെ, ഞാൻ വേറെ ഇത് കാണിച്ച കോട്ടൻ്റെ ഇന്നർ മോഡൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇതങ്ങനെ കോളർ നെക്കാണ് വരുന്നത്. ഇന്നറകത്ത് വരും, ഫുൾ സ്ലീവ് വരുന്നു. ഇങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു മമ്മി ആൻഡ് മീ കൺസെപ്റ്റിൽ, അമ്മയ്ക്കും മോൾക്കും ഉള്ളതാണ്. ഇങ്ങനെ വരുന്നു കുർത്തി. ഇതും കോട്ടൺ ഇന്നർ കൺസെപ്റ്റിലാണ്, പക്ഷേ കോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പ്രിൻറ്റഡ് ഹക്കോബയും പ്ലെയിൻ ഹക്കോബയും കൂടിയിട്ട് ഇങ്ങനെ വരുന്നു. കോട്ടൺ ഇന്നർ പാറ്റേണിൽ ഇങ്ങനെ വരുന്നു. ഇതിൽ നമ്മൾ
ഇന്നറിൽ ഇങ്ങനെ ഇത് എ ലൈൻ പാറ്റേണിലാണ് വരിക. ഇന്നർ ഈ പ്രിൻറ്റഡ് കൊടുത്തിട്ടുണ്ട്, അതിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പിൽ. ഇങ്ങനെ വരുന്നു ഇത്. ഇനി അതിൻ്റെ കൂടെ വാവയ്ക്കുള്ള ഉടുപ്പ് ഇതാ ഇങ്ങനെ, കുഞ്ഞുടുപ്പ് ഇങ്ങനെ. അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ നല്ല ഫ്ലെയർഡായിട്ട് ഫ്രോക്ക്. നമ്മൾ ഓരോ കാണുന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ രൂപമാറ്റങ്ങൾ കണ്ടില്ലേ. ഇത് നോക്കൂ, നമ്മളെ കാംബ്രിക് കോട്ടണിൽ നമ്മളെ സിമ്പിളായിട്ട് വരുന്നൊരു കാംബ്രിക് കോട്ടണിലെ ഒരു മെറ്റീരിയലാണ്. അത് പക്ഷേ ഫ്രോക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഭംഗി നോക്കൂ. ഇതാ ഒരു പീറ്റർ പാൻ കോളറും പഫ് സ്ലീവ് ഇങ്ങനെ വരുന്നു. ഇവിടെ ലേസ് വെച്ചിട്ടുണ്ട്, ഒരു പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് ലേസൊക്കെ വെച്ച് ക്രോസ് കട്ടിംഗ് ആണ് വരുന്നത്. അംബ്രല്ല കട്ടിങ്, താഴെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഫ്രോക്ക് ഇങ്ങനെ വരുന്നു. ഇതേ മോഡൽ അങ്ങനെ. നെക്സ്റ്റ് വരുന്നു, ഇതും ഒരു ഫ്രോക്കാണ്. ഇത് നമ്മുടെ കാംബ്രിക് കോട്ടണിൽ ആ ലൈൻസ് പാറ്റേണിൽ വരുന്നതിൽ സിമ്പിൾ ഫ്രോക്ക്. ഇനിയിപ്പോൾ സമ്മറൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ വരുന്നു. കട്ട് പീസസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് വേണ്ടവർ നമ്മൾ 1000 റുപ്പീസിൻ്റെ ഒരു ബണ്ടിലായിട്ടാണ് കട്ട് പീസസ് കൊടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യുന്ന നമ്പറിൽ ചോദിച്ചാൽ മതി. അതെങ്ങനെ വരുന്നു. അത് അധികവും നിങ്ങൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ഈ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടാക്കിയിരുന്നല്ലോ ഇതിൽ. ഇതാ ഇങ്ങനെ വരുന്നു. ഇതൊരു കഫ്താനാണേ. നമ്മൾ കാംബ്രിക് കോട്ടണിൽ ആ പാച്ച് വർക്ക് അല്ല, കാംബ്രിക് കോട്ടൺ അജ്രക്കിൽ പാച്ച് വർക്ക് വെച്ചിട്ട് നമുക്കിത് കാണുമ്പോൾ ഇത് സിമ്പിളായിട്ടൊരിതിൽ ഇത് കഫ്താൻ ടൈപ്പാണ്. ഇതെങ്ങനെ വരുന്നത്, ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരുന്നത്. ഫ്രണ്ടിൽ ഒരു ആപ്ലിക് വർക്ക് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കോട്ടൺ ബുട്ട വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കഫ്താൻ ടൈപ്പ് ഫ്രോക്കാണിത്. ഇങ്ങനെ വരുന്നു. ഫ്രീ സൈസായിട്ട് വെയർ ചെയ്യാൻ പറ്റുക. ഇവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഇത്. ഇനി ഇതും വേറൊരു കഫ്താനാണ്. ഇതാ ഇങ്ങനെ 2 പേർക്ക് ഇതാ കഫ്താൻ. ഇങ്ങനെ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ നല്ലതാണിത്. ഇങ്ങനെ വരുന്നു. നമുക്കിത് കാണുമ്പോൾ ഒരു സ്ക്വയർ ഫീലേ വരുള്ളൂ. ആക്ച്വലി ഇത് വെയർ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ഭംഗി വരിക. ഇങ്ങനെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പാച്ച് വർക്കായിട്ട് നമ്മൾ റണ്ണിങ് മെറ്റീരിയലായിട്ടും ഈ പാച്ച് വർക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ. 300 റുപ്പീസ് പെർ മീറ്ററിൽ. ഇനി നമ്മുടെ ഹക്കോബ, കുറച്ച് മുമ്പ് വന്നിരുന്ന ഹക്കോബ, ഇപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഹക്കോബ കഴിഞ്ഞു. അത് നല്ലൊരു വെറൈറ്റി നെക്ക് കൊടുത്തിട്ടുണ്ട്. നെക്ക് പോർഷൻ നോക്കൂ. നെക്കിൽ ആ ഒരു 6 ആക്ക് പാറ്റേണിൽ നെക്ക് കൊടുത്തിട്ട് അവിടെ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. സ്ലീവ് ഇങ്ങനെ വരുന്നു. ഇതാണ് ഇതിൻ്റെ ലുക്ക്. അതിൻ്റെ കൂടെ ബോട്ടം നമ്മുടെ ഈ ഒരു പ്രിൻറ്റഡ് ഹക്കോബ നമുക്ക് കുറച്ച് മുമ്പ് വന്നിരുന്ന ഓർമ്മയില്ലേ. അപ്പോൾ ഇതിങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പോൾ നോക്കൂ, ഓരോരുത്തരുടെയും ഭാവനകൾ ഏതൊക്കെ തരത്തിലാണ്. നമ്മൾ ഓരോ മെറ്റീരിയൽ കാണുമ്പോഴും നമുക്ക് അതിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് അങ്ങനെ ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ പ്ലെയിൻ ഹക്കോബയ്ക്ക് കാംബ്രിക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ പീച്ച് കളർ ഹക്കോബയാണ്. അതിൽ നമ്മൾ ഫ്ലോറൽ ഡിസൈനിലുള്ള കാംബ്രിക് കോട്ടൺ ആണ് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടി അത് കാണും, ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ കാണും. ഇനി ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ നമുക്ക് ആ പ്രിൻറ്റഡിൽ വേണമെങ്കിലും പ്ലെയിനിൽ വേണമെങ്കിലും അങ്ങനെ എടുക്കാം. ഇങ്ങനെ വരും. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. കുറച്ച് റെഡി ആയത് ഇവിടെ കണ്ടപ്പോൾ അതെടുത്തിട്ട് വേഗം ഒരു കൊച്ചു വീഡിയോ എടുത്തിട്ടതാണ്. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ വീഡിയോകളുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.